ടു SC കാറ്റഗറി. അയാളോട് എങ്ങനെ പെരുമാറി എന്നുള്ള ചോദ്യം. അതിനാണ് അതാ പോലീസ് അന്വേഷിക്കേണ്ടത്. എല്ലാവരോടും അങ്ങനെ പെരുമാറിയല്ലോ എന്നുള്ളതല്ല. അപ്പോൾ റാം വാദിച്ചത് അയാൾ ST ആണെന്നാണ് വാദിച്ചത്. കർണാടകയിലെ ഷെഡ്യൂൾഡ് ട്രൈബാണെന്നാണ് വാദിച്ചത്. ഇയാളെ ഇന്നിപ്പോൾ 19ാമത്തെ ദിവസമാണ് മരണം നടന്നിട്ട്. ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ ചെയ്തിട്ടില്ല. 1:30 ബോഡി കാണുന്നു. 3 മണി കഴിഞ്ഞപ്പോൾ ഈ കുട്ടി മരിക്കുന്നു. 6 മണിക്കാണ് ലോൺ ആപ്പിലെ 3 ഉദ്യോഗസ്ഥരെ നോയിഡയിൽ പോയി വിതിൻ 3 days അറസ്റ്റ് ചെയ്ത പോലീസിന് റാമിനെ കണ്ടെത്താൻ പറ്റില്ലെന്ന് ആരോടോ ഇത് പറയുന്നത്? അല്ലെങ്കിലും അങ്ങനെയാണല്ലോ കേരള പോലീസ്. പാവപ്പെട്ടവനെ പിടിക്കാൻ വളരെ സിമ്പിളാണ്. പണമുള്ളവനെയും അധികാര ശ്രേണിയിൽ ഇരിക്കുന്നവനെയും എന്തോരം നോക്കിയാലും കിട്ടില്ലല്ലോ. പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ടിൽ ഇദ്ദേഹത്തെ പുണ്യവാനാക്കാനാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ. പിണറായി വിജയന്റെ മണ്ഡലത്തിലാണ് ഈ അഞ്ചരക്കണ്ടി എന്ന് പറയുന്ന സ്ഥലം. അവിടെ 300 ഏക്കർ കയ്യേറിയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് പിണറായി വിജയൻ അറിയില്ലെന്ന് പറയുന്ന ഒരു കൊച്ചു കുട്ടികളോട് പറയേണ്ട കാര്യം അത്.